Nature is in fact a gift where we can find happiness and solace. Here we are discussing such a topic, The Peace of Wild Things, written by Wendell Berry. He is a famous American poet, and this chapter is included in FIUGP AEC for Science. AEC Science FIUGP പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് The Peace of Wild Things, and this chapter was written by Wendell Berry. Wendell Berry is a famous American poet, and this poem was published in 1968. 1968 ഈ കവിത എഴുതപ്പെടുന്നത്. ആൻഡ് ഇറ്റ് എക്സ്പ്രസസ് ദ സൂത്തിങ് പവർ ഓഫ് നേച്ചർ. പ്രകൃതിയുടെ നമ്മുടെ എല്ലാ ദുഃഖങ്ങളെയും മറക്കാനുള്ള അല്ലെങ്കിൽ ആ ഒരു ആശ്വസിപ്പിക്കാനുള്ള കഴിവ്, പ്രകൃതിക്ക് മനുഷ്യനെ ആശ്വസിപ്പിക്കാനുള്ള കഴിവാണ് ഈ കവിതയിലൂടെ വെളിപ്പെടുന്നത്. ആൻഡ് ദ പോയിറ്റ് ഫൈൻഡ്സ് ഹാപ്പിനെസ് ഫ്രം നേച്ചർ വെനെവർ ഹി ഫീൽസ് ആങ്സൈറ്റി അബൌട്ട് ഫ്യൂച്ചർ. ഭാവിയെക്കുറിച്ച് ആശങ്ക ഉണ്ടാകുന്ന സമയത്ത് കവി പ്രകൃതിയിലേക്ക് ഇറങ്ങുകയും ആ പ്രകൃതിയിൽ നിന്ന് ആശ്വാസം കണ്ടെത്തുകയും ചെയ്യുന്നു. And the speaker goes outside and lies down in the grass near tranquil water and birds. നിശബ്ദമായി ഒഴുകുന്ന പുഴകൾ, അതേപോലെ തന്നെ പക്ഷികളുടെ കളകളാരവമുള്ള സ്ഥലങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കവി തൻ്റെ ആശ്വാസം കണ്ടെത്തുന്നു. ആൻഡ് ദ മെയിൻ തീം ഓഫ് ദ പോം ഈസ് ദ സൂത്തിങ് പവർ ഓഫ് നേച്ചർ. ഈ കവിതയുടെ പ്രധാനപ്പെട്ട തീം സൂത്തിങ് പവർ ഓഫ് നേച്ചർ, പ്രകൃതിയുടെ ആ ഒരു ആശ്വാസം പകരാനുള്ള കഴിവാണ് ഈ കവിതയുടെ തീം. നേച്ചർ ഹാസ് ദ എബിലിറ്റി ടു റിഫ്രഷ് ആൻഡ് റീസ്റ്റോർ ഹ്യൂമൻ മൈൻഡ്. മനുഷ്യ മനസ്സിനെ റിഫ്രഷ് ചെയ്യാൻ, പുതുക്കാൻ, അതേപോലെ ഉന്മേഷം പകരാൻ, വീണ്ടും ഉന്മേഷം തരാനും, അതേപോലെ ആ മനുഷ്യ മനസ്സിൻ്റെ ആശങ്കകളെ ഒഴിവാക്കാനും പ്രകൃതിക്ക് കഴിയും. ഓക്കെ, then we can move on to the poem The Peace of Wild Things by Wendell Berry. When despair for the world grows in me, and I wake in the night at the least sound, in fear of what my life and my children's lives may be, I go and lie down where the wood drack. എന്താണ് ഫസ്റ്റ് ലൈന് പറയുന്നു? വെൻ ഡെസ്പെയർ ഫോർ ദ വേൾഡ് ഗ്രോസ് ഇൻ മീ. ഡെസ്പെയർ ഫോർ ദ വേൾഡ് മീൻസ് ഈ ലോകത്തോടുള്ള നിരാശ, അതായത് വാട്ട് വിൽ ഹാപ്പൻ ദ നെക്സ്റ്റ് ടൈം, ഫ്യൂച്ചറിനെ കുറിച്ച്, ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്നുള്ള ആ ആശങ്ക, അതാണ് ഡെസ്പെയർ. ഫോർ ദ വേൾഡ്, ലോകത്തോടുള്ള, അതായത് ഈ ലോകത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും, എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള എൻ്റെ ഭാവിയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ, ആൻഡ് ഐ വേക്ക് ഇൻ ദ നൈറ്റ്, രാത്രിയിൽ ഞാൻ ഉണർന്നെഴുന്നേൽക്കുന്നു. എപ്പോഴാണ്? അറ്റ് ദി ലീസ്റ്റ് സൗണ്ട്, ഒരു ചെറിയ ശബ്ദം കേട്ടാൽ പോലും ഞാൻ പെട്ടെന്ന് എഴുന്നേൽക്കുന്ന അവസ്ഥ. നല്ല ഉറക്കത്തിലാണെങ്കിലും ചെറിയൊരു ശബ്ദം കേട്ടാൽ പോലും പെട്ടെന്ന് എഴുന്നേൽക്കുന്ന അവസ്ഥയിൽ. കാരണം എന്താണ്? ഇൻ ഫിയർ ഓഫ് വാട്ട് മൈ ലൈഫ് ആൻഡ് മൈ ചിൽഡ്രൻസ് ലൈഫ്സ് മേ ബി. എന്താണ് ഞാൻ ചിന്തിക്കുന്നത്? വാട്ട് മൈ ലൈഫ്, എൻ്റെ ജീവിതം എന്തായിരിക്കും, ആൻഡ് മൈ ചിൽഡ്രൻസ് ലൈഫ്സ്, എൻ്റെ കുട്ടികളുടെ, എൻ്റെ മക്കളുടെ ജീവിതം എന്തായിരിക്കും, അതിനെക്കുറിച്ചൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കുമ്പോൾ ചെറിയ ഒരു നിശബ്ദമായ അന്തരീക്ഷത്തിൽ പോലും ചെറിയൊരു ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്നു. അങ്ങനെയുള്ള അവസ്ഥയിൽ ഐ ഗോ ആൻഡ് ലൈ ഡൗൺ, ഞാൻ പോകും. എവിടേക്കാണ്? ഐ ഗോ ടു നേച്ചർ, പ്രകൃതിയിലേക്ക് പോകും. ആൻഡ് ലൈ ഡൗൺ വെയർ ദി വുഡ് ഡ്രാക്ക്. ഡ്രാക്ക് മീൻസ് സ്റ്റാർട്ട്. ആ വനം തുടങ്ങുന്നിടത്ത് ഞാൻ പോകും, അതായത് വനാന്തരങ്ങളിലേക്ക് പോകും. റെസ്റ്റ് ഇൻ ദ ബ്യൂട്ടി ഓൺ ദി വാട്ടർ. എവിടെയാണ്? റെസ്റ്റ് ആൻഡ് ഐ ടേക്ക് എ റെസ്റ്റ്. ഞാൻ റെസ്റ്റ് എടുക്കുന്നു, ഞാൻ എൻ്റെ വിശ്രമം കണ്ടെത്തുന്നു. എവിടെയാണ്? ഇൻ ദ ബ്യൂട്ടി ഓഫ് ദ വാട്ടർ. ഇവിടെ വാട്ടർഫാൾസ് അല്ലെങ്കിൽ ദ ട്രാങ്ക്വിലിറ്റി ഓഫ് വാട്ടർ, ആ നദികൾ, കാട്ടരുവികൾ, ആ കാട്ടരുവികളിൽ ഞാൻ എൻ്റെ ആശ്വാസം കണ്ടെത്തും. ആൻഡ് ദി ഗ്രേറ്റ് ഹെറൻ ഫീഡ്സ്. ഗ്രേറ്റ് ഹെറൻ, ഹെറൻ മീൻസ് ഒരു പക്ഷിയാണ്. ആ ഗ്രേറ്റ് ഹെറൻ ഫീഡ്സ് മീൻസ്, ഗ്രേറ്റ് ഹെറനെ നമുക്ക് കാണാൻ സാധിക്കുക വനാന്തരങ്ങളിലാണ്. അതായത് ഹെറൻ താമസിക്കുന്നത്, അതിൻ്റെ കൂട് കൂട്ടുന്നത് ഹയസ്റ്റ് ട്രീസിലാണ്, ഏറ്റവും ഉയരം കൂടിയ മരത്തിലാണ് ഈ ഹെറൻ. വൈറ്റ് ഹെറനാണ് അത് കൂട് കൂട്ടുന്നത്, വലിയ ഉയരമുള്ള മരച്ചില്ലകളിലാണ്. അത്തരത്തിൽ ആ ഹൈറ്റുകളിൽ, അത്തരത്തിൽ ഇടതൂർന്ന മരങ്ങൾക്കിടയിൽ, അങ്ങനെയുള്ള ആ ഒരു വനത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാട്ടരുവികളുടെ ഇടയിലൊക്കെയാണ് ഞാൻ ആശ്വാസം കണ്ടെത്തുന്നത്. ആൻഡ് ഐ കം ടു ദ പീസ് ഓഫ് വൈൽഡ് തിങ്സ് ആൻഡ് ഐ ക്യാൻ
ഫീൽ പീസ് ഇൻ ദീസ് വൈൽഡ് തിങ്സ്. ഇതൊക്കെ വന്യമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഡാർക്ക് ഫോറസ്റ്റ്, ഇരുണ്ട ഫോറസ്റ്റ്, അല്ലെങ്കിൽ തിക്കായിട്ടുള്ള ഫോറസ്റ്റ്, അതേപോലെ തന്നെ ടോപ്പായിട്ടുള്ള അല്ലെങ്കിൽ ടോപ്പ് ട്രീസ്, വലിയ മരങ്ങൾ, നല്ല നീളമുള്ള എന്താണ് ഹൈ മൗണ്ടെയിൻസ്, അതേപോലെ തന്നെ ഹൈ ട്രീസ്, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് പേടിപ്പെടുത്തുന്നതാണ്. അങ്ങനെയുള്ള വൈൽഡ് തിങ്സിൽ ഞാൻ ആശ്വാസം കണ്ടെത്തുന്നു. ആൻഡ് ഐ കെയിം ടു ദ പീസ് ഓഫ് വൈൽഡ് തിങ്സ് ഹൂ ഡു നോട്ട് ടാക്സ് ദെയർ ലൈഫ്സ് വിത്ത് ഫോർ തോട്ട് ഓഫ് ഗ്രീഫ്. ഇവിടെ എന്താണ്? ഹൂ ഡു നോട്ട് ടാക്സ് ദെയർ ലൈഫ്സ് വിത്ത് ഫോർ തോട്ട് ഓഫ് ഗ്രീഫ്. These wild herons or these white herons do not feel grief. അവർക്ക് ദുഃഖം തോന്നാറില്ല. They never forethought. ഫോർത്തോട്ട് മീൻസ് മുൻകൂട്ടി ചിന്തിക്കുക. അവർക്ക് നമ്മൾ പറയാറുണ്ട് ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. അവയ്ക്ക് ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയില്ല. പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദേ ആർ എന്താണ് ഷെല്ലി പറഞ്ഞിട്ടുണ്ട്, വി ലുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ ആൻഡ് പൈൻ ഫോർ വാട്ട് ഈസ് നോട്ട്. നമ്മൾ കഴിഞ്ഞ കാലത്തെക്കുറിച്ചും വരാനുള്ള കാലത്തെക്കുറിച്ചും ചിന്തിക്കുന്നു. ആൻഡ് പൈൻ ഫോർ വാട്ട് ഈസ് നോട്ട്, നമുക്കില്ലാത്തതിനെക്കുറിച്ച് നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്നു. പൈൻ മീൻസ് ഫീലിംഗ് പെയിൻ, നമ്മൾക്ക് സങ്കടം തോന്നുന്നു. അതായത് നമുക്ക് നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് സങ്കടം തോന്നുന്നു. അതേപോലെ നമുക്കത് കിട്ടിയില്ലല്ലോ എന്നോർത്ത് സങ്കടം തോന്നുന്നു. ഇപ്പോഴെന്താണോ നമുക്കുള്ളത്, അറ്റ് പ്രസൻറ്റ് എന്താണോ അതിനെക്കുറിച്ച് നമ്മൾ ബോധേഡ് അല്ല. ആൻഡ് വി ആർ ഫോർഗെറ്റിംഗ് ടു ലിവ് ഇൻ ദ പ്രസൻറ്റ്. ഈ ഒരു പ്രസൻറ്റിൽ വർത്തമാനകാലത്തിൽ ജീവിക്കാൻ മറന്നു പോകുന്നു. നമുക്ക് ഇല്ലാത്തതും വരാനുള്ളതും ആ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ കാലങ്ങളെക്കുറിച്ച്, ഇനി വരാനുള്ള കാലങ്ങളെക്കുറിച്ച്, ഇപ്പോഴുള്ള കാലത്തെക്കുറിച്ച് നമ്മൾ ബോധേഡല്ല. ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, അങ്ങനെയുള്ള രോഗങ്ങളുണ്ട്. അതായത് ഈ ഒരു ലൈഫ് ചേഞ്ചിങ്ങിലൂടെ നമുക്ക് വരുന്ന രോഗങ്ങൾ, ആ ജീവിതശൈലി രോഗങ്ങളെന്ന് പറയുന്ന ആ രോഗങ്ങൾക്ക് അടിമപ്പെടുമോ എന്ന് പേടിച്ച് പഞ്ചസാര കുറയ്ക്കുക, ഉപ്പ് കുറയ്ക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇപ്പോഴേ ചിന്തിക്കുന്ന ആളുകൾ. ഇനി എത്ര കാലം നമുക്ക് ജീവിക്കാൻ പറ്റുമെന്നറിയില്ല. എന്നാലും നമുക്കുള്ള സമയം സന്തോഷത്തോടു കൂടി, അല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ ആസ്വദിച്ച് കഴിച്ച് ജീവിക്കുക എന്നുള്ള ആ ഒരു ചിന്ത മറന്ന് നമ്മൾ അധികവും ചിന്തിക്കുന്നത് ഇനി വരുമ്പോഴെന്തായിരിക്കും, ഈ ഷുഗറും പ്രഷറും ഒക്കെ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും. അപ്പോൾ ആ ഒരു ചിന്ത മനുഷ്യനാണുള്ളത്, അങ്ങനെയുള്ള ചിന്തകൾ. ഈ വൈറ്റ് ഹെറനെ സംബന്ധിച്ചിടത്തോളം അവയ്ക്ക് അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല. ദേ ആർ നെവർ ഫോർ തോട്ട് എബൌട്ട് ഫ്യൂച്ചർ. അവയ്ക്ക് ഭാവിയെക്കുറിച്ചുള്ള ചിന്തയില്ല. അതാണ് അവർ പറയുന്നത്. ഹൂ ഡു നോട്ട് ടാക്സ് ദെയർ ലൈഫ്സ്. ടാക്സ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പേ ഫോർ ദെയർ ലൈഫ്സ് വിത്ത് ഫോർ തോട്ട് ഓഫ് ഗ്രീഫ്. ദുഃഖം അല്ലെങ്കിൽ കഷ്ടപ്പാടിനെ കുറിച്ച് ചിന്തിച്ച് ജീവിതം ബലിയാടാക്കുന്ന മനുഷ്യനെ പോലെയല്ല ഈ വൈറ്റ് ഹെറൻ. ആൻഡ് ഐ കം ടു ദ പ്രസൻസ് ഓഫ് സ്റ്റിൽ വാട്ടർ. അങ്ങനെയുള്ള ഈ വൈറ്റ് ഹെറൻ്റെ കൂടുകൂട്ടുന്ന സ്ഥലത്തേക്ക് ഞാൻ പോകും. അതേപോലെ തന്നെ ദ പ്രസൻസ് ഓഫ് സ്റ്റിൽ വാട്ടർ, നിശബ്ദമായി ഒഴുകുന്ന നദിയുടെ തീരങ്ങളിലേക്ക് ഞാൻ പോകാറുണ്ട്. ആൻഡ് ഐ ഫീൽ എബവ് ദ ഡേ ബ്ലൈൻഡ് സ്റ്റാർസ്. അവിടെ എത്തുമ്പോൾ എനിക്ക് അനുഭവിക്കാൻ കഴിയും. എന്താണ് അനുഭവിക്കുന്നത്? ഐ ഫീൽ എബവ് മീ ദ ഡേ ബ്ലൈൻഡ് സ്റ്റാർസ്. ഡേ ബ്ലൈൻഡ് സ്റ്റാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകല് അന്ധമാകുന്ന നക്ഷത്രങ്ങൾ, പകൽ അന്ധമാകുന്ന നക്ഷത്രങ്ങൾ, ഡേ ബ്ലൈൻഡ് സ്റ്റാർസ്. ഇവിടെ ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് എന്ന ആ ഒരു ഫിഗർ ഓഫ് സ്പീച്ച് നമുക്ക് കാണാൻ കഴിയും. ഡേ ബ്ലൈൻഡ് സ്റ്റാർസ്, ആ ഒരു പകൽ സമയത്ത് വെളിച്ചമില്ലാത്ത നക്ഷത്രങ്ങളെ എനിക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ എനിക്ക് അനുഭവിക്കാൻ സാധിക്കും. ആൻഡ് വെയിറ്റിംഗ് വിത്ത് ദെയർ ലൈഫ് ഫോർ ദ ടൈം. ആൻഡ് ദീസ് സ്റ്റാർസ് ആർ വെയിറ്റിംഗ് ഫോർ ദെയർ ലൈറ്റ് അറ്റ് നൈറ്റ്. രാത്രിയിൽ അവയ്ക്ക് ആ ഒരു പ്രകാശം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന നക്ഷത്രങ്ങൾ. ആൻഡ് ഐ റെസ്റ്റ് ഇൻ ദ ഗ്രേസ് ഓഫ് ദ വേൾഡ്. അങ്ങനെയുള്ള ഈ നക്ഷത്രങ്ങളെ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രകാശം നഷ്ടപ്പെട്ട നക്ഷത്രങ്ങളെ ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ അവിടെ അങ്ങനെ കിടക്കും, ആ പുൽത്തകിടിയിൽ കിടക്കും. ആൻഡ് ഐ ഫീൽ റെസ്റ്റ് ഇൻ ദ ഗ്രാസ് ഓഫ് ദ വേൾഡ് ആൻഡ് ഐ എം ഫ്രീ. ആ ഗ്രാസിൽ കിടക്കുന്ന സമയത്ത് ഐ ഫീൽ ഫ്രീ. കാരണം എനിക്ക് ദുഃഖമില്ല. കാരണം നമ്മൾ പറഞ്ഞു ഫോറസ്റ്റിലാണ് ഉള്ളത്, അതേപോലെ തന്നെ കാട്ടരുവികൾ ഒഴുകുന്നുണ്ട്, അതേപോലെ നിശബ്ദമായ അന്തരീക്ഷമാണ്. ആ സമയത്ത് ഐ ആം തോട്ട്ലെസ്, അല്ലെങ്കിൽ ഐ ആം ഫ്രീ ഓഫ് മൈൻഡ്. എൻ്റെ ജീവിതത്തെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം ആ പ്രകൃതിയുടെ സൂത്തിങ് കപ്പാസിറ്റിയാണ് അവിടെ പറയുന്നത്. ഇപ്പം നമ്മൾ പറയാറുണ്ട്
എന്തെങ്കിലും ഒരു ദുഃഖം വരുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു യാത്ര പോവുകയാണ് എങ്കിൽ അതൊക്കെ മറക്കാൻ പറ്റും. ആ പ്രകൃതിയുമായി ചേരുമ്പോൾ നമുക്ക് നമ്മുടെ സങ്കടങ്ങളൊക്കെ മറക്കാൻ സാധിക്കും. അത്തരത്തിൽ അല്ലെങ്കിൽ യാത്ര പോയില്ലെങ്കിലും നമ്മൾ ജസ്റ്റ് നമ്മളുടെ ആ ഒരു ഇരിക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് നമ്മളൊന്ന് പുറത്തേക്ക് പോയാൽ മതി. പ്രകൃതിയിലേക്ക് പോയി മരങ്ങളും ചെടികളും നമ്മുടെ വീട്ടിലെ തന്നെ ചെടികളെയും മരങ്ങളെയും ഒക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു മൂഡ് ചേഞ്ച് ഉണ്ടാകും. അതേപോലെ തന്നെ നമ്മളുടെ ആ ഒരു ആങ്സൈറ്റി ഒക്കെ മാറി ആ ചെടികളോടും മരങ്ങളോടും ഒക്കെ നമ്മൾ സല്ലപിക്കുന്ന സമയത്ത് ആ ഒരു ലോകത്തിലേക്ക് ആ ഒരു സൂത്തിങ് പവർ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ആ ഒരു പ്രകൃതിയുടെ സൂത്തിങ് കപ്പാസിറ്റിയാണ് ഈ ഒരു കവിതയിൽ അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. ദ ഫിയർ മെൻഷൻഡ് ഇൻ ദ പോം ഈസ് നോട്ട് സ്പെസിഫിക്. ഇവിടെ ഫിയർ എന്ന് പറയുന്നുണ്ട്. ആ ഫിയർ ഒരു പ്രത്യേക ഫിയർ അല്ല, എന്തിനെ കുറിച്ചുള്ള പേടിയല്ല, മറിച്ച് ഇറ്റ് ഈസ് ദി ജനറൽ ഫിയർ എബൌട്ട് വേൾഡ് ഓർ എബൌട്ട് വാട്ട് വിൽ ഹാപ്പൻ ദ നെക്സ്റ്റ് ടൈം. അടുത്ത സമയം, തൊട്ടടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് അറിയാത്ത പേടിയാണ്. അത് എല്ലാവർക്കും ഉള്ള ഒരു പേടിയാണ്. ആ പേടിയാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ബൈ എംഫസൈസിങ് ഇക്കോളജി ആൻഡ് നേച്ചർ ദ പോയിറ്റ്സ് ഫോക്കസ് ഈസ് ഓൺ ദ ഫ്യൂച്ചർ ഓഫ് ദി പ്ലാനറ്റ് ഇറ്റ് സെൽഫ്. ഈ പ്രകൃതിയുടെ ഭാവിയെക്കുറിച്ചും നമുക്ക് ഇതിനകത്ത് കണക്കാക്കാം. ഇവിടെ മനുഷ്യൻ്റെ ആങ്സൈറ്റി എന്ന് പറഞ്ഞു, അതേപോലെ തന്നെ ഈ പ്ലാനറ്റിൻ്റെ ആങ്സൈറ്റി, അതായത് ഈ പ്ലാനറ്റിനെ കുറിച്ചുള്ള നമ്മളുടെ വേവലാതികൾ. നമുക്കറിയാം, ഒരു ചെറിയ മഴ വരുമ്പം തന്നെ എന്താണ്, ഏതൊക്കെ തരത്തിലുള്ള ദുരന്തങ്ങളാണ് വരുന്നത് എന്ന് നമുക്ക് ഒന്നും പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. മനുഷ്യൻ്റെ ആ പ്രകൃതിയോടുള്ള ദ്രോഹത്തിൻ്റെ ഫലമായി ഇടിമിന്നലിൻ്റെ തീവ്രത വർദ്ധിച്ചു വരികയാണ്. ഇനി ഈ ഇടിമിന്നലിലൂടെയുള്ള മരണങ്ങൾ ധാരാളം ഉണ്ടാകും എന്നൊരു ന്യൂസ് കാണാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെയുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, അതേപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ, നാച്ചുറൽ കലാമിറ്റീസ്, അങ്ങനെയൊക്കെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനുഷ്യന് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ആ കാര്യങ്ങളും, അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്ലാനറ്റ്, ഈ ഒരു എർത്ത് എന്ന ഈ ഭൂമി എന്ന ഈ ഒരു ഗ്രഹത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള കാര്യവും ഈ ഒരു ഫിയർ എന്ന ആ ഒരു ടോപ്പിക്കിൽ നമുക്ക് ഉൾപ്പെടുത്താം. ആൻഡ് ദ പോം വാസ് റിട്ടൺ ഡ്യൂറിങ് ദ ടൈം ഓഫ് വിയറ്റ്നാം വാർ ആൻഡ് കോൾഡ് വാർ ആൻഡ് സോ ഇറ്റ് ഗീവ്സ് എ യൂണിവേഴ്സൽ ഫീൽ. അതോടൊപ്പം തന്നെ ഈ കവിത എഴുതപ്പെടുന്നത് നമ്മൾ പറഞ്ഞു 1960s എഴുതപ്പെടുന്നത്. ആ സമയം വിയറ്റ്നാം വാറുണ്ട്, കോൾഡ് വാറുണ്ട്, ശീതസമരമൊക്കെ നടക്കുന്ന ആ ഒരു കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു പേടി അല്ലെങ്കിൽ ഈ ഒരു വേദന എന്നത് ഒരു യൂണിവേഴ്സൽ അല്ലെങ്കിൽ എന്താണ്, സാർവത്രികമായിട്ടുള്ള അല്ലെങ്കിൽ ലോകത്തിൽ മൊത്തത്തിൽ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയുമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് ഈ ഒരു ജനറൽ ഫിയർ എന്നത്. അടുത്തത് എന്ത് സംഭവിക്കുമെന്ന് അറിയാത്ത ഒരു അവസ്ഥ. ഇതൊക്കെയാണ് ഈ കവിതയിൽ പറയുന്നത്. ഇതിൽ ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്: എക്സ്പ്ലെയിൻ ദ സൂത്തിങ് കപ്പാസിറ്റി ഓഫ് നേച്ചർ. പ്രകൃതിയുടെ ആ ഒരു സൂത്തിങ് കപ്പാസിറ്റി നമ്മൾക്കറിയാം. നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്, റിട്ടേൺ ടു നേച്ചർ, പ്രകൃതിയിലേക്ക് മടങ്ങൂ. അതേപോലെ റൂസോ പറഞ്ഞിട്ടുണ്ട്, ഫ്രം നേച്ചർ യു ക്യാൻ ലേൺ എവറിഥിങ്. പ്രകൃതിയിൽ നിന്ന് നെഗറ്റീവ് എഡ്യൂക്കേഷൻ, പ്രകൃതിയിൽ നിന്ന് നമുക്ക് എല്ലാം പഠിക്കാം. അതേപോലെ തന്നെ ദ ഫേമസ് റൊമാൻറ്റിക് പോയറ്റ് വില്യം വേർഡ്സ്വർത്ത് സെഡ്, നേച്ചർ ഈസ് മൈ മദർ, സിസ്റ്റർ ആൻഡ് ഗൈഡ്. പ്രകൃതി എൻ്റെ അമ്മയാണ്, സഹോദരിയാണ്, അതേപോലെ വഴികാട്ടിയാണ് എന്ന് പ്രശസ്ത എഴുത്തുകാരനായ റൊമാൻറ്റിക് കവിയായ വില്യം വേർഡ്സ്വർത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പ്രകൃതിയുടെ സൂത്തിങ് കപ്പാസിറ്റിയാണ് ഈ കവിതയിലൂടെ വെളിപ്പെടുത്തുന്നത്. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു.